ഒരിടവേളയ്ക്ക് ശേഷം എൻ്റെ മനയിലേക്ക് വന്ന ഒട്ടകം ഗോപാലന് സ്വാഗതം. ഒരു കിടിലൻ ഒട്ടക ഫ്രൈ, ഒരു ഒന്നാം തരം കോമഡി വീഡിയോ. സത്യം പറയാൻ കേട്ടോ, ചിരിച്ച് ഞാൻ തലകുത്തിയെന്ന് വേണം പറയാൻ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിരിക്കും. കാരണം ഈ ക്യാമൽ ഗോപാലൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നേ. ഈ ജെൻസി കുട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് BJP ഇതുപോലത്തെ മണ്ടന്മാർ വന്നിട്ട് കുറേ കൊണവതാരം ചാനലിനകത്ത് വന്നിരുന്ന് പറഞ്ഞു. അവസാനം തേഞ്ഞൊട്ടി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത്. ഒരുത്തൻ ഈ പാലക്കാടുള്ള ഒരുത്തനുണ്ടല്ലോ, ഈ മല്ലൻ, കാണാൻ നല്ല സുന്ദരനൊക്കെയാണ്. ഇവൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് ബംഗ്ലാദേശി ഓർഗനൈസ് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ഈ സമരത്തിൽ വന്നിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി കടന്നുകൂടിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നതൊക്കെയാണ് ഈ വെട്ടാവളിയൻ അതിനകത്ത് കുറിച്ചത്. പക്ഷേ ഇപ്പോൾ തേഞ്ഞൊട്ടി അവസാനം പോസ്റ്റൊക്കെ പിൻവലിച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ട്. നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ആദിവാസി അമ്പുമ്പില്ലും ഒലക്കേട മൂട്, അത് രാജിവെക്കത്തില്ല, നീയൊക്കെ ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാലും കൂറകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓടിപ്പോകുന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ഇവന്മാരുടെ അവസ്ഥ ഇപ്പൊ കണ്ടല്ലോ അല്ലേ? നാണം കെട്ട് കണ്ടം വഴി ഓടിയിരിക്കുക. എന്നിട്ട് ഇപ്പൊ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവന്മാർ പറയുന്ന കേൾക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി വലിയ കോമഡിയാ. അതായത് ഒരു വലിയൊരു കലാപമാണ് നമ്മുടെ സർക്കാർ തടഞ്ഞെന്നാ പറഞ്ഞത്. എന്താ പറയണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കിട്ടില്ല വീഡിയോ കണ്ടു നോക്കിക്കോളൂ. നമ്മുടെ ഒട്ടകം ചെയ്യുക അഭിലാഷും ടീമും എല്ലാം കൂടെ എടുത്തിട്ട് വലിച്ചു കീറി പൊരിച്ച് ഫ്രൈ ആക്കുന്ന ഒരു കിട്ടില്ല വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോരുത്. ഈ ഒട്ടകത്തിന് കൊടുക്കുന്ന ഒരു മറുപടികളുണ്ട് കേട്ടോ നമ്മുടെ സഹോദരൻ. അതാണ് മാസ്. കണ്ടു നോക്കിക്കോളൂ. ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ പോലീസ് നിന്ന് അടിക്കുമ്പോൾ മാരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചു വിരിച്ച പോലീസുകാരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ദൃശ്യം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണാം. ആ ചെറുക്കന്റെ പേര് ഭാരത് എന്നാണ്, നമ്മുടെ രാജ്യത്തിന്റെ പേരാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് ചാപ്പകുത്തി ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് ഈ നാട്ടുകാരുടെ, ഈ നാട്ടിലെ യുവ സമൂഹത്തിന്റെ സമരമാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സമരത്തെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? ഇത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമല്ലേ? നിങ്ങൾ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ടല്ലോ. ടോവിനോ തോമസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അഭിനേതാവ്, അയാളുടെ അഭിപ്രായം പറയുന്നു, അയാളുടെ ഇഷ്ടമല്ലേ? ഉടനെ അയാളുടെ വീട്ടിലേക്ക് വാമൂട്ടി കെട്ടി പ്രകടനം നടത്തുന്ന വല്ല കാര്യമുണ്ടോ? പോട്ടെ, മോഹൻലാൽ ആരാണ്? ലാലേട്ടൻ. കഴിഞ്ഞ കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി പാത്രം കൊട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ പാത്രം കൊട്ടിയെന്ന് മാത്രമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പാത്രം കൊട്ടുന്ന സൗണ്ടിന്റെ തരംഗങ്ങൾ കൊണ്ട് കൊറോണയുടെ അണുക്കൾ ചത്തുപോകുന്ന പറഞ്ഞ ആളല്ലേ ലാലേട്ടൻ. ആ ലാലേട്ടന്റെ മകൾ മായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തൊരു ആക്രമണമാണ് സൈബർ ഇടങ്ങളിൽ. അങ്ങനെ ഞങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയാനേ പാടില്ല. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? അഭിലാഷ് മോഹൻ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മാതൃഭൂമി ചാനലിലാണ്. നിങ്ങളുടെ മാതൃഭൂമിയുടെ പത്രം ഉണ്ടല്ലോ, ആ പത്രം കുറേ നാളായി തുടങ്ങിയത്, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളായി. അതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ വായിച്ചിട്ടുണ്ടാവും. ഈ സമരം എന്ന് പറയുന്നത് 12 വർഷത്തെ അരാജകത്വ ഭരണം, നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോടും ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ അയാളോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞങ്ങൾ അങ്ങോട്ട് തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. കേട്ടല്ലോ അല്ലേ? എന്താ അത് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുക. ഈ എടപ്പാൾ ഓട്ടോ ഒക്കെ ആശാൻ മറന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ എടപ്പാളൊന്നും അല്ല കേട്ടോ. ദേ ഈ പറഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണ്. ഞങ്ങളോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് തെരുവോലും ഉണ്ടാകത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഇതൊന്നും കണ്ടു നോക്കിയേ. എങ്ങനെയുണ്ട്? കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഈ പൊട്ടന്മാർ, ഈ മണ്ടന്മാരായിട്ടുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് പോലും അറിയാത്ത ലവന്മാർ തന്നെ അല്ലേ? നീ ബാക്കിയൂടെ കേട്ടോ. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തിനാ കാശ്മീരിലെ ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി, ബാക്കി തെരുവിലിറങ്ങുന്ന ആളുകളെ നിഷ്കാസനം ചെയ്ത് അല്ല, ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ. നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പം അങ്ങോട്ട് വീഴ്ത്താം. നേപ്പാൾ പോലെ, ബംഗ്ലാദേശ് പോലെ, നേപ്പാൾ പോലെ സമരം നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങോട്ട് വീഴ്ത്താം, നരേന്ദ്രമോദി അങ്ങ് വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മക്കളെ എന്ന് പരസ്യമായി പറയുകയാണ്. അല്ല അഭിലാഷ് മോഹൻ, ഞാൻ പറയട്ടെ, ഇനിയും പറയും ഞങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല ആ എഴുതിയവരോട് പറഞ്ഞേക്ക് നിങ്ങൾ എഴുതിയല്ലോ, ഇന്ത്യയിൽ നടക്കില്ല. മനസ്സിലായോ? പറയുന്ന ഇന്ത്യയിൽ അതൊന്നും നടക്കില്ല അഭിലാഷേ. ഗോപാലകൃഷ്ണൻ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. പണ്ടേ ഈ
കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, KP കേശവമേനോൻ. അത് ഇന്ത്യ രാജ്യം ഈ തരത്തിലാവുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അന്ന് പൊന്നുതമ്പുരാനായിരുന്നു നാട് ഭരിച്ചിരുന്നത്. പൊന്നുതമ്പുരാൻ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാ നിരത്തിലൂടെയും നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലത്ത് മനുഷ്യന്മാർക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നാട്ടിൽ ജയിലിൽ കിടക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞ് KP കേശവമേനോൻ ജയിലിൽ കിടന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചരിത്രമുണ്ട്. എല്ലാ തരത്തിലുള്ള സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെയും എല്ലാ തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെയും എഡിറ്റോറിയൽ എഴുതും. ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇനി എഴുതും. ആ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ കുട്ടികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം, നടക്കുമോ, പറ്റുമോ? ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ, ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അത്രേ ഉള്ളൂ. 118 പോലീസുകാരെയാണ് സാർ ആക്രമിച്ചിരിക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച പോലീസുകാർ ഉമ്മ വെക്കോ? ആദ്യം ആരാ ആക്രമിച്ചത്? അതൊക്കെ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോ വരുന്നുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ. ഒരു പെൺകുട്ടി അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. അഞ്ചിക്ക് ഞാനൊരു വീഡിയോ അങ്ങോട്ട് കാണിച്ചു തരാം. മാതൃഭൂമിക്ക് ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഇല്ലേ, അതായത് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ഒരു പരമ ചെറ്റ കയറി പിടിക്കുന്നത് എവിടാന്ന് നോക്കിയേ. ഇതാണ് അവിടെ നിന്റെയൊക്കെ സംസ്കാരം, ഇതാണ് നീയൊക്കെ പണഞ്ഞു വരുന്ന ഗുണവതാരം. ഇനി ഇവന്റെ അണ്ണാക്കി കൊടുക്കുന്ന ഒരു മറുപടി ഇതേ നമ്മുടെ സഹോദരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാതൃഭൂമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഗോപാലകൃഷ്ണൻ സംസാരിച്ചൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ അത് വ്യക്തിപരമായ ആക്ഷേപം ഞാൻ ഒരു ഡിബേറ്റിലും ചെയ്യാറില്ല. പക്ഷേ ഈ വിഷയത്തിൽ പറഞ്ഞു പോയില്ല എങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല, മനസാക്ഷിക്ക് ഒരു സുഖം കിട്ടില്ല. അദ്ദേഹം ഇവിടെ ഒരു വീരവാദം പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന, ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങൾ ഇറങ്ങിയാൽ തെരുവ് കാണില്ലെന്ന്. എന്റെ ഗോപാലകൃഷ്ണൻ ചേട്ടാ, താങ്കൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്നൊരു വർഗീയത പറഞ്ഞു, നിങ്ങളുടെ വലിയ സംഘടനാ ബോധത്തെ പറ്റി. നിങ്ങൾ ആ അമ്പലത്തിൽ നിൽക്കുന്ന സ്ഥലം അവിടെ ജയിക്കേണ്ട ഒരു ഹിന്ദു MLA ആണെന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വോട്ടാ കിട്ടിയത്? 28,000. അവിടെ ജയിച്ചത് ഒരു മുസ്ലിം നാമധാരിയായ മനുഷ്യനാണ്. 66,000 വോട്ട് നേടി. അതാണ് ഈ കേരളം, അതാണ് ഈ ഭാരതം. ഈ ഇന്ത്യയുടെ മുഴുവൻ മനസാക്ഷിയും സംഘടനയും നിങ്ങളുടെ കഷത്തിലാണെന്ന് പറഞ്ഞതിന് ജനങ്ങൾ നിങ്ങൾക്ക് അത് മറുപടിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ മറുപടിയാണ് നിങ്ങളുടെ വോട്ട്. വ്യക്തിപരമായ ആക്ഷേപമാണെങ്കിൽ സഹിച്ചുകൊള്ളുക. ഇത്രേ ഉള്ളൂ. അടിച്ച് നമ്മുടെ ക്യാമൽജിയുടെ അണ്ണാക്കി കൊടുത്ത കണ്ടല്ലോ അല്ലേ. ഇതിൽ കൂടുതലൊന്നും മറുപടി ഈ പൊട്ടന്മാരൊന്നും അർഹിക്കുന്നില്ലെന്നുള്ള. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ക്ഷേത്ര മണ്ണിൽ വന്നിരുന്നു പറഞ്ഞത് ഇവിടെ ഒരു ഹിന്ദു MLA വേണമെന്നാ. ആ ഹിന്ദു MLAയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്താരാ? അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ. വർഗീയത പറയുന്നവൻ, അവൻ ഇസ്ലാം ആയിക്കോട്ടെ, അവൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അവൻ ഹിന്ദു ആയിക്കോട്ടെ, ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഈ നാട്ടിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നെപ്പോലുള്ള ക്ഷുദ്ര ജീവികൾ വന്നിട്ട് വിഷം കലർത്താൻ നോക്കിയാൽ ഇവിടുത്തെ ജനങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കും. അതാണ് നമ്മൾ ഗുരുവായൂർ കണ്ടത്. ക്യാമൽജി ഫ്രൈ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഈ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ബാക്കി കമൻറ്റുകൾ ഞെരിപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഓടിയിട്ട് പോരട്ടെ. അടുത്തൊരു മല്ലൻ്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും